ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി വിദ്യാർത്ഥി നേതാക്കൾ പട്ടാള തലവനുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാന നോബൽ ജേതാവായ ബംഗ്ലാദേശി സാമ്പത്തിക ശാസ്ത്രജ്ഞനെ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചാകും കൂടിക്കാഴ്ച. ഇടക്കാല സർക്കാർ അധികാരത്തിലേറുന്നതിന് മുന്നോടിയായാണ് ജനറൽ വഖാർ ഉസ്സമാൻ വിദ്യാർത്ഥി നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. തിങ്കളാഴ്ച ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഒഴികെ മറ്റെല്ലാ മുൻനിര പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വഖാർ ഉസ്സമാൻ സർക്കാർ രൂപീകരണമടക്കം മുന്നോട്ടുള്ള നടപടികൾ ചർച്ച ചെയ്തിരുന്നു. പിന്നാലെ 17 വർഷം ജയിലിലായിരുന്ന പ്രതിപക്ഷ നേതാവ് ഖാലിദ സിയെ മോചിപ്പിച്ചു. ഇതിനിടെ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല സർക്കാർ രൂപീകരണത്തിലേക്ക് നീങ്ങുകയാണെന്ന വിവരം പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അറിയിച്ചു. ഇടക്കാല സർക്കാർ രൂപീകരണത്തിന് ശേഷം കാലതാമസമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനും നോബൽ സമാധാന പുരസ്കാര ജേതാവുമായ ഡോക്ടർ മുഹമ്മദ് യൂനുസിനെ സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായി നിയമിക്കണമെന്നതടക്കം ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ വിദ്യാർത്ഥി നേതാക്കൾ മുന്നോട്ടുവയ്ക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ യൂനുസിന് യുഎസുമായടക്കം അടുത്ത ബന്ധമാണുള്ളത്. ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള തിരിച്ചുവരവിനെ സഹായിക്കുമെന്നാണ് വിദ്യാർത്ഥി നേതാക്കളുടെ വാദം. അതേസമയം ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിൽ അരാജകത്വം മുറുകുന്നതായാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. തലസ്ഥാന നഗരമായ ധാക്കയിൽ പോലീസ് സ്റ്റേഷനുകൾ അടക്കം സർക്കാർ കെട്ടിടങ്ങൾക്ക് തീയിട്ടു. മുൻ ബംഗ്ലാദേശ് ക്യാപ്റ്റനും അവാമി പാർട്ടി പാർലമെന്റ് അംഗവുമായ മഷ്റഫെ മൊർത്താസയുടെ വീടിനും തീയിട്ടു. വിജയാഘോഷവും അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിലുമായി 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 100-ലധികം പേരാണെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.